കാപ്പി വേണം. എന്താണ് ഈ ആ സമയത്ത് കാപ്പി കുടിക്കണോ? പിന്നെ ഇത്രയും എത്ര പാല് ഒഴിച്ചിട്ട് വെച്ചതാന്നറിയോ? അപ്പൊ അത് കളയാൻ പാടുവോ? അമ്മ ഒന്ന് ചായ വെച്ച അധികമായി. അല്ല ചായ വെച്ച നേരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ. ശരി, ഇത് ചായയല്ല, ഇത് കാപ്പിയാണ്. മധുരം കമ്മിയാണ്. അപ്പൊ ഞാൻ തുള്ളി മധുരത്തത് വിറക് വെച്ചോളി അമ്മ. ഇന്നില്ലേ വൈകുന്നേരം ആയപ്പോഴേ എന്താന്നറിയില്ല, മധുരം കഴിക്കാൻ തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും കഴിക്കരുത് കേട്ടോ. എന്തേ ഷുഗർ കഴിക്കരുത്, ഷുഗർ കഴിക്കരുത് പറയും. അതൊക്കെ പിന്നെയും മധുരം കഴിക്കാൻ തോന്നുന്നു. ഏട്ടാ എന്താണെന്നറിയില്ല ഏട്ടാ, മധുരം കഴിക്കാൻ തോന്നിയ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് രണ്ട് ജീവിതമുണ്ട്. നിങ്ങൾ രണ്ട് ജീവിതം കൂടെ കഴിച്ചോളൂ. എനിക്ക് ആകെ ഒരു ജീവിതം ഇല്ല കേട്ടോ. ഞാൻ അപ്പം ആ ഒരു ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനാണ് മധുരം കുടിക്കുന്നത്. ഇങ്ങനെ ചായ മധുരം നല്ല കുടിച്ച് കയറ്റിക്കുക. ഒരു ജീവിതമുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു ജീവിതമുള്ളവരൊക്കെ ചായ മധുരം കുടിക്കുന്നുണ്ട്. കഴിക്കേണ്ടതൊക്കെ കഴിക്കണം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നാളെ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. എങ്ങനെയുണ്ട്? അതെ അതെ, ഓരോന്നിനും ഓരോ മുട്ടിന്യായങ്ങൾ പറഞ്ഞു. ചായ കുടിക്കണൊക്കെ എങ്ങനെയാണെന്നറിയോ? ജ്യൂസ് കുടിക്കണ അണുത്തിട്ട്. ഒട്ടകോ? ഒട്ടകം ഒന്നല്ല. എവിടുന്ന പൊട്ടകത്തിന് കിട്ടി കുഞ്ഞിന്? ചെറുപയർ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ ഒരു ഡാൻസ് കളിക്കടാ. അവ കളിച്ചു. അതാ വന്നു അടുത്ത ആള്. ഒരു ഡാൻസ് കളിച്ച കുഞ്ഞാണി. എന്താ പായസം? പായസം എന്നുള്ള സന്തോഷം. കുഞ്ഞുണ്ണി സോനിക്ക് എന്ത് പായസം വേണ്ട? സേമിയ പായസം വേണോ പാൽ പായസം വേണോ? സേമിയം തന്നെയാണ് പാൽ പായസം. സേമിയ മാത്രമല്ല സോനിയുടെ എന്തൊക്കെ ഇടാച്ചിട്ടാ അമ്മ. ഇപ്രാവശ്യം നമുക്ക് ഓണത്തിനില്ലമ്മ പിടിയും കൊണ്ട് ഉണ്ണിയപ്പം കൊണ്ട് പായസം ഉണ്ടാക്കാം. ഉണ്ണിയപ്പം പിടിയല്ല, ഉണ്ണിയപ്പം കൊണ്ടേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടേ പായസം ഉണ്ടാക്കുക. ഞാനത് ഇതില് കുഞ്ഞി നമ്മൾ ഉരുളക്കിഴങ്ങും കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടില്ലേ? ഒരു മനുഷ്യനെ അറിഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇളനീര് കൊണ്ട് അടിപൊളിയില്ലെന്ന് പായസം. ഓ നിങ്ങൾ എന്നെ ശർക്കര പായസല്ലേ? പ്രഥമനാണ്, പ്രഥമൻ. ഇളനീർ പായസം വന്നിട്ട് ഇനി ഒരു മണം പോരെ? ഇത്ര പോരെ? ഇനി വേണോ? 3 പാക്കറ്റ് ഉണ്ട് കേട്ടോ പാല്. ഇതില്ലേ നമ്മൾ നല്ല പോലെ കഴുകിയിട്ട് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. നമ്മൾ കുക്കറിൽ വെക്കാറേ ഇല്ല. ഇന്ന് എന്തായാലും നമ്മൾ കുക്കറിൽ വെക്കാൻ വിചാരിച്ചു. വേഗം പണി ചെയ്യണ്ടേ? സമയം അവിടെ പുറത്ത് ചെയ്യണമെന്ന് പറഞ്ഞാലേ മഴ പെയ്തിട്ടും ഞാൻ അവിടുത്തെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ വീട്ടിൽ കൊണ്ടുപോയിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെ വെക്കാൻ പറ്റില്ല. വല്ല ഇഴജന്തുക്കൾ വന്നാൽ അറിയൂല കേട്ടോ. തേങ്ങാപ്പാലൊക്കെയാണ് വേണ്ടത് കേട്ടോ. തേങ്ങാപ്പാലൊന്നുമില്ല. തേങ്ങരച്ച പായസം വെക്കാൻ നിവൃത്തിയില്ലല്ലോ. തേങ്ങരച്ച പായസം പാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. എനിക്കറിയായിരുന്നില്ല കേട്ടോ ഈ പാക്കറ്റ് പാല് വെച്ചിട്ട് ചെറുപയർ പായസം വെക്കുന്നുള്ളത് അറിയായിരുന്നില്ല. പക്ഷെ വീട്ടിൽ പോയപ്പോൾ അമ്മ ചെറുപയർ പായസം പാക്കറ്റ് പാലും കൊണ്ട് വെച്ചിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ചോദിക്കിയത് പാല് തേങ്ങ ചിരവണ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. എങ്ങനെ അമ്മ അത് പായസം വെച്ച് പറയുമ്പോൾ ഞാൻ 2 പാക്കറ്റ് പാല് വാങ്ങിയിട്ടാണ്. അതിനിപ്പോൾ നമ്മളുണ്ടാക്കുന്ന പ്രഥമൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുണ്ടാക്കണത് പ്രഥമൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് നമ്മളുണ്ടാക്കണത് ഒരു മറ്റേത് പ്രഥമനിൽ പെട്ടല്ലോ. അത് കുറുക്കിയില്ലമ്മ അമ്മ ഉണ്ടാക്കും. എന്താ ലാസ്റ്റ് ഒരു നീട്ടി പാലില്ലേ അത് വന്ന് ഞാൻ പാലൊഴിച്ച് വേവിച്ച് പിന്നെ 3ാം പാലൊഴിച്ച് ഒന്നും കൂടി കുറുക്കി ശർക്കര ഒഴിച്ച് 2ാം പാലൊഴിച്ച് കുറുക്കി പിന്നെ 1ാം പാൽ. പക്ഷെ അതിൻ്റെ ഒരു രുചി വേറെ തന്നെ. പക്ഷെ അതിനില്ലേ ഈ പരിപ്പ് വാങ്ങാണ്ട് നമ്മുടെ ഇതാ കണ്ടോ നാളെ കുട്ടികൾക്ക് രാവിലെ ചോറിനാക്കി ഈ ചെറുപയറില്ലേ ഈ ചെറുപയർ വറുത്ത് അരങ്ങിയിട്ട് ചേറി കൊഴിച്ച് പായസം വെച്ചാലാണ് ശരിക്കും ചെറുപയറിൻ്റെ മണം വരുള്ളൂ അല്ലേ?
നല്ല മണം ഉണ്ടാവും അത്. അത് ഇവിടെ ഞാൻ എത്ര മണമൊക്കെ മതിയെന്ന്. അല്ല, ഇവിടെ അമ്മ മാത്രമാണ് കേട്ടോ അങ്ങനെ ചെറുപയർ വറുത്തരങ്ങി പായസം വെക്കുള്ളൂ. ഞങ്ങളൊക്കെ ഞാൻ അധികം ഈ ചെറുപയർ വെക്കലില്ല. അപ്പം ഞാൻ 2-3 പ്രാവശ്യം മറ്റാണ് ചെറുപയർ വെക്കൽ. അമ്മ തന്നെയാണ് ചെറുപയർ വെക്കുക. ഞാൻ സേമിയം, അട, വെറൈറ്റി ക്യാരറ്റ്. അല്ല, അച്ഛനതിന് വെല്ലപ്പായസല്ലേ? ഇവിടെ അച്ഛന് സേമിയം, അച്ചാച്ചൻ. ഇവിടുത്തെ അച്ഛന് സേമിയം. അച്ഛന് സേമിയ ഇഷ്ടം. എന്തോണു എവിടെ മുറി? എവിടെ? അതല്ല കുഞ്ഞിനടുത്ത് കുടിച്ച് വല്ല മധുരം തോനെ വേണോ കമ്മിയോ മതി? ഒരു പാകത്തിന് മതി കേട്ടോ. ഒരുപാട് മധുരം വേണ്ട. ഇതില്ലേ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വായ്പുണ്ണ് വരും. ഇത് കഴിച്ചാൽ എനിക്ക് വായ്പുണ്ണ്. കഴിക്കണ്ട, കഴിച്ചാൽ വായ്പുണ്ണ് വരും. എന്തിനാണ് അടുത്ത് കഴിക്കുന്നത്? പുളിയഞ്ചി ഉണ്ടാക്കണം വിചാരിച്ചാണ് കേട്ടോ ഞാൻ. ഓണമൊക്കെ ഇരിക്കുന്ന ഇപ്പൊ ശർക്കര ഇല്ല, പഞ്ചാര ഇല്ല, എന്തായാലും അതിൽ എന്തൊക്കെ മിക്സായി വരുന്നില്ല. ദൈവം തമ്പുരാനാണ്. പണ്ട് ശർക്കര കൊണ്ടിരുമ്പോൾ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവും. ഓലപ്പായലിങ്ങനെ ഇഴുകിയിട്ട് ഇങ്ങനെ ക്രീമുമാരി ഉണ്ടാവും ശർക്കര കൊണ്ടെന്ന് കഴിഞ്ഞാൽ. അതെ, അതിലൊരു ഓലയെ കൊണ്ടൊരു പായ പോലെ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊണ്ടുവരിക. ഓ, അത് അങ്ങനത്തെ പായ പോലത്തെ ഒരു സാധനം തന്നെയല്ലേ ഇപ്പൊ നമ്മള് പനങ്കൽക്കണ്ടാണ് പനം ശർക്കര പറഞ്ഞിട്ട് പാലക്കാടൊക്കെ കിട്ടണത്. കല്ല് പോലെ ഇരിക്കല്ലാണ്ട് ഉരുകിപ്പോണ്ട് പോവില്ല. മറ്റേ ഒന്നൊരു ആ ചാക്ക് കലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓലൊക്കെ തിന്നാൻ തരും. ഓലയിൽ പകുതി ഉണ്ടാവും പണ്ട് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സൂന്യെ നമുക്ക് പായസം വേണ്ട. എന്തപ്പോ സൂര്യ രണ്ടിലൊന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. തേങ്ങ സമ്മന്തി അരയ്ക്കാൻ തേങ്ങ ഉണ്ടമ്മ? ചോറിനില്ലേ കുറച്ച് കറിയുള്ളൂ കേട്ടോ. കുറച്ച് പറഞ്ഞാൽ കുറച്ച് കറി. അനിയത്തിന് കഴിക്കാനുള്ള കറിയുള്ളൂ. അനിയനാണ് പറഞ്ഞു വെച്ചാൽ ഒരു എങ്ങനെ പറയാ, മരിച്ചിട്ട് കൊല്ലം തയ്യില്ലേ, ആ പരിപാടിക്ക് പോയിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേ. വിജയേട്ടൻ മരിച്ചില്ലേ കല്ലടിക്കോട്ടത്തെ, അവരുടെ കൊല്ലം തയ്യപ്പ്. ആ, സതിയേട്ടനെയൊക്കെ പണി പഠിപ്പിച്ച ആശാനാണ് കേട്ടോ. അപ്പോൾ സതിയേട്ടൻ അങ്ങോട്ട് പോയേക്കണോ. അതുകൊണ്ട് ഇന്ത്യ അടുത്തേ ഒരു ആള് പറഞ്ഞു കേട്ടോ, ഈ ശർക്കര മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എണ്ണമയം വേഗം പോകുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ശർക്കര മുഖത്തേക്ക് ഞാൻ അങ്ങനെ തേച്ച എണ്ണമയം പൂത്ര. എൻ്റെ മുഖം നല്ല ഓയിലി സ്കിന്നല്ലേ, അപ്പോൾ ശർക്കര തേച്ച നല്ല മാറ്റം വരും. അപ്പം നമ്മൾ ഒരു നേരത്തേക്ക് കറി വെക്കുക എന്ന് പറയുമ്പോൾ എന്താ ഇപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും കഴിക്കാച്ച വേണം. സുകന്യെ ഡി സു, ഞാൻ സുകന്യനെ ഡി വിളിക്കുമ്പോ വടിയും പിടിച്ച് നടക്കുകയാണ്. ഉള്ളിയും തക്കാളി മാറ്റിയാലോ? പായസത്തിനല്ല, ചോറിനാണേ. അല്ല ഉണ്ടേ, നല്ല റേഷനരിയുടെ ചോറുണ്ട് കേട്ടോ. നല്ല കുറച്ച് ഇതായിട്ടുള്ള റേഷനരിയുടെ ചോറും. പിന്നെ നീ വടി കൊണ്ട് കുട്ടരത്തേക്ക് വന്ന് ഞാൻ ഇപ്പൊ കറിയല്ലാണ്ട് എന്താ ചെയ്യാ? കോഴികൾക്ക് നല്ലൊരു കോഴിക്കൂടൊക്കെ ഉണ്ടാക്കണം അല്ലേ? കോഴിക്കൂട് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ തൊടിയിൽ കൂടെയും കോഴിമുട്ട വറകാലയില് 7 മുട്ട ഇന്നലെ കിട്ടിയിട്ടാ. 7 മുട്ട. അത് വറകാലയുടെ ഉള്ളിലുണ്ട്. കോഴി കൊണ്ട് എടുത്ത് വെച്ചു. കോഴീനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ നോക്കാത്ത. കോഴിക്കോട് ഉണ്ടാക്കുമ്പല്ലേ തള്ളക്കോഴിക്ക് കിടക്കാൻ, കുട്ടികളായിട്ട് കിടക്കാൻ, അണ വെക്കാൻ, പിന്നെ ബാക്കിയുള്ളവർക്ക് 2 ബാച്ചിന് വേറെ കിടക്കാൻ, അങ്ങനെ ഉണ്ടാക്കണേ. ഞാൻ പറഞ്ഞേ കുറച്ച് വലിയ കൂടായിട്ട് എനിക്കൊരു മോരിക്കുട്ടീനെ വാങ്ങണം പറഞ്ഞേ. മോരിക്കുട്ടികൾ 2 പോത്തും കുട്ടികളെ വാങ്ങണം പറഞ്ഞേ. അവരെ കറക്കും കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ചേച്ചിക്ക് നിന്ന് തിരിയാൻ സമയമില്ല, ഇനി പോത്തും കുട്ടികളെ കൊണ്ടുള്ളൂ എന്ന് കേട്ടോ. നമ്മൊരു പാത്രത്തിലെടുക്കുമ്പോ ഇതാട്ടോ, നമ്മള് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടയില്ലടാ ചക്കടു, അത് മുട്ടയില്ല. ഇതില്
ഇത് കൂട്ടിയിട്ട് പായസാണേ. ഇതിൽ തുള്ളി നെയ്യില്ലമ്മ, തുള്ളി ഉപ്പ് ഇട്ടിട്ട് അവര് ചോറ് കൊടുത്ത് വെക്കും. അങ്ങനെ തിന്നു. ഓ എന്താ കുട്ടികൾ കഴിക്കുന്നതാണ്. ഇനി വേണോ? ഏയ് കഴിക്കും. കഴിക്കുക നോക്കട്ടെ ആദ്യം. ആ കുറച്ച് ഉപ്പും നെയ്യും എന്താ കഴിക്കാണ്ട്. ചെറുപയർ പരിപ്പല്ലേ ഇത്? മാവുണ്ടോട്ടാ ലമ്മ പൊന്നു മാവുണ്ടോട്ടോ. ഏട്ടാ ഇതും കൊണ്ട് തന്നെ പരിപ്പ് കറി ഉണ്ടാക്കണതേ. അപ്പൊ നമുക്ക് കല്യാണത്തിന് കിട്ടില്ലേ അത്? പിന്നെ എങ്ങനെ സാമ്പാറോ പരിപ്പ് തരില്ലേ നമുക്ക്? ആ ചോറില് പരിപ്പ് തരുന്നതോ? ആ നമ്മുടെ ഈ ഭാഗത്തില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ചില സദ്യകളൊക്കെ ചില സദ്യകളിലുണ്ട് പരിപ്പ് വിളമ്പല്. എന്താ അതേപോലെ ചിലവര് കഴിക്കും എന്താന്നറിയോ, ഈ പരിപ്പിന്റെ കൂടെ നെയ്യും ഉപ്പും തക്കാളി എന്താ അതേപോലെ ഈ പരിപ്പും പച്ചമുളകും ഇട്ടിട്ടില്ലേ, ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ട് ഉടയ്ക്കും. എന്ത് ബിരിയാണി അതിപ്പോ നോക്കിക്കോ വലിച്ചെറിഞ്ഞിട്ട് വരുന്നേക്കും. അത് കഴിക്കട്ടെ, അത് ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല അവൻ കഴിക്കുന്നു. ഇരിക്കാൻ സ്ഥലം തെരഞ്ഞു പോകണക്ക്. പിന്നെ അവിടെ ഇരിക്കണേ അമ്മ ചേച്ചിയുടെ അടുത്താ. ഏട്ടത് കഴിച്ചു നോക്കിയേക്കാ, എന്നിട്ട് ഏട്ടൻ പറ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് പായസം മതി. പായസം അല്ലത് കഴിച്ചു നോക്കുക, രസല്ലേന്ന്. മധുരത്തിൽ ഒഴിച്ചിട്ടില്ല. എന്താ ശർക്കര ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി ഒന്ന് കുറുകട്ടെ ഇരുന്നിട്ട്. കുറുകും വരെ ഗ്യാസ് കത്തിച്ചിരുന്നു കഴിഞ്ഞാൽ പായസം അടുപ്പിൽ വെക്കാനും പാടില്ല, ഇതിൽ വെക്കാനും പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഏട്ടാ ശരിയാവുക? ഒരു ദിവസം ഞാൻ ഗ്യാസ് കുറ്റി അല്ല സിലിണ്ടർ തീർന്നു നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നിങ്ങൾ തീർന്നാൽ എന്താ പിന്നെ ചെയ്യാന്ന്? തീർന്ന എന്താ ചെയ്യാ? അതാ ഞാൻ ആലോചിക്കണേ. എപ്പോഴും ഇവിടെ ഉണ്ടാക്കണില്ലേ? എന്താ ഇപ്പം ഏട്ടൻ തന്നെ പറയും കേട്ടോ, ഗ്യാസിലുണ്ടാക്കിക്കോ എന്നുള്ളത്. ഞങ്ങളാണ് ഗ്യാസിലുണ്ടാക്കാത്തത്. ഇപ്പം ഏട്ടൻ പറയും വിറകിനൊക്കെ, അവിടെ വിറകിനൊക്കെ പോകുമ്പോൾ ഈ കള്ള് കുപ്പിയൊക്കെ കാണുകയാണ് പറഞ്ഞിട്ടേ, അപ്പോൾ ഒറ്റയ്ക്ക് പോണ്ട പറഞ്ഞിട്ടില്ലമ്മ. മഴ വന്നു പിന്നെ മഴക്കാലം വന്നല്ലോ. അമ്മ ചമ്മന്തി അരക്കാനേ കൈപ്പയ്ക്ക ഞാൻ അമ്മയും മാത്രമേ കിട്ടുള്ളൂ. പിന്നെ കുട്ടികൾക്ക് പിന്നെ വേറെ വേണം. ചമ്മന്തിയാണ് പറഞ്ഞത്. കഴിക്കുകയൊക്കെ ചെയ്യും, കഴിക്കാത്ത പ്രശ്നമൊന്നുമില്ല. കൈപ്പയ്ക്ക കൊണ്ടാട്ടണ്ടേ മതി. ഇനിയിപ്പോൾ ഈ പായസം കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ എത്രയേ കഴിക്കുള്ളൂ അമ്മ? കൈപ്പയ്ക്ക കൊണ്ടാട്ടുണ്ട്, കായപ്പയ്ക്ക കൊണ്ടാട്ടല്ലേ, പപ്പടം ഉണ്ട്, കുറച്ച് തൈരുണ്ട് വേണമെങ്കിൽ. പിന്നെ തേങ്ങ മുളക് ചുട്ട് ചമ്മന്തി അരച്ചാൽ അത് നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് അല്ലേ അല്ലേമ്മ? അതായാലും മതി, അതായാലും മതി, ഏതെങ്കിലും ഒന്ന്. അത്ര ഏട്ടൻ പേടിക്കണ്ട, ഏട്ടനുള്ള കറിയുണ്ട് ഇവിടെ. പിന്നെന്താണ്? എന്നാ പിന്നെ അത് മതി, ഇനി വേറെ ഒന്നും വെച്ചുണ്ടാക്കണ്ട. എന്താണ് അവരത് കാര്യം നടന്നില്ലേ അല്ലേ? അക്കിള്ള കറി ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ പിന്നെ പേടിക്കാൻ? പിന്നെ നിങ്ങൾക്ക് എന്താ പേടിക്കാൻ? ഞാനൊക്കെ പേടിയില്ല, നിങ്ങൾക്ക് പേടിയില്ല. എന്റെ നല്ലോണം നിന്നോ. ഏട്ടന്റെ 4 ഭാഗം എന്തമ്മാ കയ്യിലോ? ഏത് കയ്യിലോ? ഇതാ ഒന്ന് ഇതാ അതിലിരിക്കണു. എങ്ങനെ ഉണ്ടടി? നല്ല രസല്ലേ? തുള്ളി നെയ്യ് ഒഴിക്കണേ. വീടിന്റെ 4 പേർ നടക്കുന്ന ഇത് വലിയ സംഭവമായിട്ടുള്ള പായസം ഒന്നുമല്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് പായസമാണ്. എനിക്കേ അറിയാം. ഏലക്കായൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇതിൽ ഇടാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഞാൻ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വാങ്ങിക്കൊണ്ടല്ലേ സോനിയെ? വാങ്ങിക്കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കടിച്ച് ശീലമായിട്ട് അയ്യോ അപ്പഴാണ് അയ്യോ അവരെന്തെങ്കിലും പറയുള്ളൂ. കടിച്ചിട്ട് നിൽക്കണ കത്തി ഇത്രയൊക്കെ കത്തി പൊട്ടിക്കുമ്പോ ഏതെങ്കിലും ഒരു കത്തി കൊണ്ടൊന്നും സൂര്യ ഇതിങ്ങനെ ചെയ്തിട്ട് ശീലായിട്ടോ. ഇതിങ്ങനെ ഇതായി ശീലാവണ്ട, ശീതല്ല ശീലായി. ഞാൻ ഏട്ടൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇപ്പോഴേ കാരണം ഇപ്പൊ നമ്മളേ വിചാരിക്കും ഒരാളെ കാണുമ്പോൾ
ഞാൻ ഓടിപ്പോയി സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കട്ടാ. പക്ഷെ നമുക്ക് എങ്ങനെ നിൽക്കുമ്പോൾ അയ്യോ ഈ ആണുങ്ങളോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഇവരോട് എങ്ങനെ സംസാരിക്കുക? ഏട്ടനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വേഗം പോയിട്ട് വർത്താനം പറയോ? ഞാൻ വേഗം പോയിട്ട് വർത്താനം പറയുന്നില്ല. പരിചയം ഉള്ളവരോട് മാത്രമേ വേഗം പോയിട്ട് വർത്താനം. അതേപോലെ തന്നെയാണ് എനിക്കും പരിചയമില്ലാത്തവരോ കാണുമ്പോൾ എനിക്കൊരു പേടിയാണ്. ഞാൻ പറഞ്ഞപ്പോ എന്താണ് ഇത് പൊട്ടിക്കുന്ന കാര്യമല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഏലക്കായ പൊട്ടിക്കുമ്പോ കടിക്കുന്ന കാര്യവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കവി ഉദ്ദേശിച്ചതേ ഉള്ളൂ. യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് പറഞ്ഞു അല്ലേ? എന്താ ചെയ്യാ? അത് ഒക്കെ പാടെ ഒരു ഇതിലേക്ക് ആക്കിയാൽ മതി സോനിയ. ഒരു കവറിലേക്ക് ആക്കിയാൽ മതി. ഒരു കവറിലേക്ക് ആക്കിയാൽ മതി. എന്ത് ശർക്കര വേണ്ട പൊന്നാരി ശർക്കര? അത് ഇവിടുന്ന് കിട്ടിയതാണേ. ആ ഇതാട്ടോ ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കണ്ട്. എന്നാ നീ അയ്യോ അത് സോനിയ എടുത്തിട്ട് പോയി നമ്മുടെ കൊടുത്തു. അപ്പോൾ നമ്മളേ പായസം കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. സെറ്റപ്പായി കണ്ടോ. പ്രഥമനും ഒന്നല്ല, പ്രഥമനാണെന്നൊന്നും പറയരുത് ആരും. ഇത് ഞാൻ പറയട്ടെ, എനിക്ക് തന്നെ മനസ്സിലായി ഇതൊരു പായസം എന്ന് പറഞ്ഞ് കുടിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. എന്താ പരിപ്പ് കഞ്ഞിയിലും മധുരിട്ടു അത്രേ ഉള്ളൂ. പരിപ്പ് കഞ്ഞിയിൽ അത് ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞല്ലേ. വേറെ പായസം ഒന്നും പറയാൻ പറ്റില്ല. അമ്മ നിങ്ങളുടെ മകൻ നോക്കി നോക്കും വെറുതെ കുറ്റം പറയണത്. കുറ്റം പറയപ്പത് അതെ. സാധനം കൊണ്ടുവന്ന് ഉണ്ടാക്കി വെച്ച 250 രൂപയ്ക്ക് പായസ ചലഞ്ച് ഉണ്ട്. പായസം വാങ്ങിക്കോളി. പാലട പ്രഥമൻ കുടിക്കല്ലേ? അത് പായസമായിട്ട് കുടിക്കുക. അത് പ്രഥമൻ തന്നെ ആയിരിക്കും. അതെന്താ കാടി വെള്ളം? ഇത് പത്രല്ല പറയാൻ പറ്റൂ. പായസം വേറൊരു പാത്രത്തേക്ക് ആക്കണം കേട്ടോ. ഇന്നത്തെ പായസല്ലേ പുകയാളി പായസാണ് കേട്ടോ. സോനിയ കുടിക്കാൻ വേണ്ടി നോക്കി നോക്ക്. കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കണം. ഞാൻ എപ്പോഴും അടുപ്പിൽ വെക്കുന്നതാണ്. പക്ഷെ എന്റെ പായസത്തിന്റെ അവസ്ഥ നോക്കിയൊക്കെ ചെറുതായിട്ട് ഇവിടെ പുകയാളിട്ടോ. അയ്യോ കണ്ടോ, സംഭവം സെറ്റായി വന്നു. നോക്കമ്മ കണ്ടോ, കുക്കറിൽ വേവിച്ചു. അല്ലേ പായസം കുറുകി സെറ്റായി വന്നു. ഉണ്ണിമധുരം ഇതാണ്ടോ നോക്കണ്ടോ, കുറുകിയിട്ട് കണ്ടില്ലേ, സെറ്റായിട്ടോ അല്ലേ? സംഭവം സെറ്റാ. എന്താ ശരിയായി. പക്ഷെ ഗ്യാസ് പാലടല്ല ഓടടാന്നായിപ്പത്. ഏതോ ഒരു മോഹൻലാലിന്റെ സിനിമയില് ഇന്നസെന്റ് ഇല്ലേ, സംഭവം കരിച്ചിട്ട് അത് വേറൊരു വിഭവമായിട്ട് കൊടുക്കണില്ലേ. അപ്പൊ ഇതെന്താ ചോദിച്ചപ്പോ, ഈ സംഭവം എന്താ ചോദിച്ചപ്പോ, ഇതാണ് ഉണ്ണിമധുരം. അതുപോലെ ഇതാണ് പായസമധുരം. ഇളക്കിക്കൊണ്ടേ നിന്നു. സെറ്റായിട്ടോ, പാലും ഒക്കെ സെറ്റായി. ഞാൻ എന്നിട്ട് അത് വേറെ പാലൊക്കെ സെറ്റായി, പായസം മാത്രം സെറ്റായില്ലാതെ ഉള്ളു. എന്താ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ നോക്കി കുറച്ചെടുത്ത് കുടിച്ചു നോക്കി. ഇതിപ്പോ ചന്തം നോക്കി അറിയാലോ, കുടിച്ചതിനപ്പോ അതിന്റെ കൃത്യമായിട്ട് അറിയോ. നിങ്ങള് ഇങ്ങനെ പറയുമ്പോ സങ്കടം വരുന്നുണ്ട്. സങ്കടം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ അടി കരിഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞല്ലോ. അതിന്റെ ടേസ്റ്റ് നോക്കി നോക്ക്. പപ്പടം പായസമൊന്നുമില്ല, പഴമൊന്നുമില്ല, പായസം എന്ന് പറയുന്നത്. പാത്രത്തിന്റെ അടിഭാഗം തീരെ കല്ലാത്തല്ലേ, സാരില്ലാന്ന്. നമ്മളതുകൊണ്ട് നമ്മൾ ആരോടും പറയണ്ട. നമ്മൾ ആരോടും പറയല്ല കേട്ടാ. 3 പാക്കറ്റ് പാല്, ഇതിനുള്ള സാധനങ്ങൾ ഒക്കെ ഇപ്പോ എങ്ങനെയുണ്ട് നോക്കി നോക്ക്. തീരെ നാക്കിച്ചിട്ടാ തീരെ കുടിക്കാൻ പറ്റാ സ്ഥിതിക്കുന്നായിട്ടുണ്ടാവില്ല. അമ്മയുടെ അവൾക്ക് ഇത് വേണ്ടേ, തേങ്ങ വേണ്ടേ? അപ്പൊ എന്താ ഇത് കൊടുക്കമ്മ, പുളി ഇട്ടോളി, കറുവപ്പിന്റെ. മധുരമില്ലേ? രസല്ല. അപ്പൊ കുടിച്ചു നോക്ക്, മണത്തിട്ട് മധുരം അറിയോ? എന്തൊക്കെ അവ മണത്തോക്കിട്ട് മധുരമില്ല. കരിഞ്ഞ പാത്രത്തിന്റെ അടി കരിഞ്ഞിട്ടാണ്. ടേസ്റ്റില്ലല്ലോ.
ടേസ്റ്റ് ഉണ്ടോ? എന്താ ഭാഗ്യപ്പത്തിന് എടുത്തോണ്ട് നീ എന്തെങ്കിലും കുറച്ച് വെക്കും. കരിഞ്ഞതിന്റെ ടേസ്റ്റ് ഇല്ലാന്നാവൻ പറഞ്ഞതേ. അല്ല കുടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അത്ര സാധനം നമ്മ കഴിച്ചോക്കുമ്പോ ഉപ്പോ അതിനെ പോയിട്ട് ഉപ്പായ ചീറ്റിപ്പോയ പായസം. ഇങ്ങനെ ആവാറേ ഇല്ല അല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ അടി കഴിഞ്ഞപ്പോ എന്താ അത് കുറച്ച് കട്ടിയിലെ പായസം. കട്ടിയിലല്ല, മറ്റേ അടുപ്പിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലേ വീഡിയോ നിൽക്കണ്ടതിന്റെ പായസം കിട്ടിയത്. ഇപ്പൊ എന്താ അല്ലേ കൊറേ ദിവസമായിട്ട് പായസം വേണോ പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കിയത്. പൂതിക്ക് കുടിച്ചോ? അതിന് അതാ കുട്ടികളൊക്കെ കഴിക്കുന്നിട്ടാ. കൊതിക്ക് കുടിക്കാൻ പറ്റും. അതാ കുഞ്ഞാ. ആ പഴോ ഇതാ ഈ സാധനത്തിന് ഒന്ന് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ ഇവിടെ ഇതാ ഈ സാധനം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പായസത്തിൻ്റെ കൂടെ പഴത്തിന് കൂട്ടി ഉരയ്ക്കാൻ നമ്മു ബാ നോക്കിയൊക്കെ ഉണ്ടോ ഉടയ്ക്കുന്നത്? പപ്പടം കൂടി വേണ്ടായിരുന്നു. ചൂടല്ലേ? അതവന്റെ വാങ്ങണ്ട കുഞ്ഞ. ഏത്? അയ്യോ നമ്മളെ കുട്ടി പഴം വേണോ? നോക്ക് രസമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പുക ആളുന്നതിന്റെ മുമ്പ് എടുത്ത് കൊണ്ടില്ലേ അടിയിലമ്മ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് വെച്ചാൽ പോരെ. ഇതാ പോരെ. ഇല്ലല്ലോ പുകാളി അങ്ങനെ തന്നെയാണ്. അല്ല കഴിക്കാതെ മക്കള് പഴത്തെടുക്ക്. ആ മതി, കുട്ടിയെടുത്തു. ഓ 2 പഴം വേണം അപ്പളേക്ക്. ഒന്ന് അച്ചിക്കുത്താ, അച്ചിക്കൊന്നതാ, ഒന്ന് അച്ചിക്ക് താടി കുത്ത്. അത് കുട്ടിക്ക് പായസല്ല, അച്ചിക്ക് പഴം ഒന്നതാ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തരാത്ത എന്തെന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തരും. തന്നിട്ടല്ലേ പഴം തന്നു. അത് നിങ്ങളെ മാത്രമേ ഉള്ളൂ അവന് പറ്റുള്ളൂ, വേറെ ഒരു മനുഷ്യനും അവന് പറ്റില്ല, തരില്ല. ഏട്ടനോട് ഓരോ എല്ലാം കൊടുക്കൂട്ടോ. ഫാൻ്റെ തൊട്ട് പോയിരിക്കേ. ഞാൻ ഓരോ പപ്പടം കൂടി കാച്ചി കൊടുക്കട്ടെ. എന്നാൽ അവര് എന്താ അത് അടിവാശം മാറ്റിയും കൊണ്ടില്ലേ ഇത്ര പോരെ. അടിവശേ എന്താ മാറ്റിയതും കൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ. മക്കള് പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ പെട്ടേനയിലമ്മ നമ്മുടെ പപ്പു അതിനെക്കാട്ടിലാണ് കേട്ടോ. പപ്പുവിന് എന്തോ ഒരു ഇഷ്ട പായസം വെച്ചിട്ടാ. ഷുഗർ എങ്ങനെ ഉണ്ടാവും അനിയേട്ടാ? അമ്മ എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയുമ്പോ അമ്മ ഇങ്ങനെ മൂളണം കേട്ടോ, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അത് അമ്മയ്ക്കാണെങ്കിലോ ഞാൻ ഈ പിറു 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 പറഞ്ഞിട്ട് ഈ പെണ്ണിനെ തൊള്ളിന്ന് ഒതുങ്ങി നിൽക്കില്ലല്ലോ വിചാരിക്കും. എന്തമ്മ അതിന് അമ്മ പുറത്താടേത്. നീ ആന്ന് പറഞ്ഞ ഞാൻ ആ പറഞ്ഞാൽ കേൾക്കില്ലാന്ന്. അപ്പൊ നമ്മള് ഞാൻ തുടങ്ങട്ടെ. ഏട്ടനേട്ടെ എന്റെ കഴിക്കാൻ 1/2 ഗ്ലാസോ? ഞാനതല്ല, ഞങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിട്ടാ. കാണിച്ചു തരാം. എന്താ നിന്റെ കിച്ചുട്ടൻ്റെ കേട്ടോ. പഴം വേണ്ട എടുത്തു. പപ്പടം പഴമാണ് കൂട്ടുണ്ടായി. പപ്പടം കൂട്ടും പഴം കൂട്ടില്ല. വേണ്ടല്ലേ ഐശ്വര്യമായിട്ട് പഠിക്കട്ടെ അമ്മേ. അയ്യോ അമ്മ ആ കാല് വെക്കാൻ വയ്യ, ഇങ്ങനെ നീട്ടി വെക്കേണ്ടി വരും തോന്നുന്നു. എങ്ങനെയുണ്ട്? സൂപ്പറായി. പുക സൂപ്പർ ഇല്ല
അല്ലാണ്ട് അടിക്കണ്ടോ? അത് അപ്പളേക്ക് തന്നെ അറിഞ്ഞ സംഭവം. അമ്മ എവിടുന്നോ ഒരു പുകമണം വരുന്നു പറഞ്ഞിട്ട് അപ്പളേക്ക് തന്നെ സംഭവം മാറ്റിയതുകൊണ്ട്. നന്നായിട്ടുണ്ട് അല്ലേ? നിങ്ങളൊന്ന് കുടിച്ചു നോക്കണ്ടേ ചേട്ടാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാറും. കഴിക്കും ഇങ്ങനെ കഴിക്കണതിൻ്റെ ഒരു സുഖമല്ലേ? കല്യാണത്തിനൊക്കെ പോയി അങ്ങനെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വിഷമം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ തന്നെ നോക്കും. ആൾക്കാർ നോക്കി ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ നോക്കില്ല, ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പം എന്താ കിട്ടുമെന്നറിയോ, ഇലയിൽ കഴിക്കാറേ ഇല്ല പായസം വെച്ചിട്ട്. പുളിയഞ്ചിയൊക്കെ ലാസ്റ്റ് സദ്യ കഴിക്കുമ്പോൾ പുളിയഞ്ചി കുറച്ച് ബാക്കി വെച്ചിട്ടില്ലേ, ഈ പായസം കഴിച്ചിട്ട് ഈ പുളിയഞ്ചി ഇങ്ങനെ തൊട്ട് നിൽക്കണം. എന്തോ ഒരു ടേസ്റ്റ് വെച്ചിട്ടാ. അങ്ങനെ ചെയ്യണം സുഖന്യ. നമുക്ക് പായസം കുടിക്കാനും അറിയില്ല, ചോറിനും അറിയില്ല, അങ്ങനെയൊക്കെ കുടിക്കുക, അങ്ങനെ കഴിക്കുക. എന്താ പിന്നെ നാരങ്ങ അച്ചാറുണ്ടെങ്കിൽ നാരങ്ങ അച്ചാറും കൂട്ടിയിട്ട് ലാസ്റ്റ് ഓരോന്ന് അതെന്താന്നറിയോ, നമ്മുടെ ദഹനത്തിനും കയ്പും നല്ല രസമാണ്. ഒക്കെ പാടെ എനിക്കറിയായിരുന്നില്ല. ഈ അനിയേട്ടൻ അനിയേട്ടൻ്റെ കൂടെ കല്യാണത്തിന് പോകുമ്പോൾ ഒപ്പം ഇരിക്കുമ്പോൾ അനിയേട്ടൻ കഴിക്കാൻ കണ്ടിട്ട് ഒരു ദിവസം കഴിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാൻ പുളിയഞ്ചിയൊക്കെ കൂട്ടിയിട്ട് പായസം കുടിക്കാം. അങ്ങനെ കുടിക്കാത്തവരൊന്ന് കുടിച്ചു നോക്കിട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടാ. നാളെ കല്യാണത്തിന് പോയപ്പോൾ ഒരു പഴപ്രഥമം കിട്ടിയിട്ടോ. പക്ഷെ എനിക്ക് ഓവർ മധുരമായിട്ട് കഴിക്കാനേ പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോണ്ട് അടപ്പായസം കൊണ്ട് വരുന്നവര്. അടപ്പായസല്ല, അടപ്രഥമൻ. എന്താണ് അടപ്പായസം? ഓ എന്താ അച്ചു പിന്നെയും വന്നോ? എല്ലാവരും ഇഷ്ടായ മൊത്തത്തില് കൊറേ തിന്നല്ലോന്നോ? പായസം ഇഷ്ടായി പായസം കുടിക്കല്ലോ. ശരിക്കും അമ്മ അപ്പൊ പുകയാളിയുടെ മണം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടില്ലേ മാറ്റിയത് കൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പായസം നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മളില്ലേ എന്തൊരു കാര്യം ഒരാളെ പറയുന്നതും ഇതും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത്. നമ്മൾ കാര്യം അറിയാതെ കുറേ പേരെ കുറ്റം പറയില്ലേ, എന്താണ് അവരുടെ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. അത് അടുത്ത അറിയുമ്പോഴാണ് അവരെന്താണ് എന്നുള്ളത് അറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയോ, നമ്മുടെ തോന്നലുകളാണ് അതാണ് ഒരാളെ കുറ്റം പറയണം. അതുപോലെയാണ് കേട്ടോ അപ്പോൾ ഈ പായസവും അതുപോലെയാണ് ഈ പായസവും. മീനെ പൂച്ചു. അപ്പോഴേ ഞാൻ നിർത്തട്ടെ കേട്ടോ. അമ്മ ഞാൻ ചമ്മന്തി അരക്കുന്നുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ചമ്മന്തി അരച്ച് കൂട്ടിയിട്ട് ചോറിനാൻ പറ്റില്ല. ചോറിനാണം കുറച്ച് പായസം ബാക്കിയുള്ളത് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പം നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല വിശേഷങ്ങൾ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.